സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ദിയ. അവളുടെ പഠനശീലവും കഴിവുകളും എല്ലാം തന്നെ അധ്യാപകരുടെ അഭിമാനമായിരുന്നു. ഒരു ഡോക്ടർ ആകാനായിരുന്നു അവളുടെ ആഗ്രഹം. അതിനായി അവൾ വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുകയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും അതേ സ്വപ്നം കണ്ടു. പക്ഷേ ഒരു തെറ്റായ തീരുമാനത്തിന്റെ ഭാരം അവളുടെ ജീവിതം കീഴേ മറിക്കുമെന്ന് ദിയ അറിഞ്ഞു. ഒരു ദിവസം സ്കൂളിൽ പുതിയ വിദ്യാർത്ഥി എത്തി. അവളുടെ പേര് റോഷ്നി. അവൾ സ്റ്റൈലിഷ് ആയിരുന്നു, ആത്മവിശ്വാസിയായിരുന്നു. വൈകാതെ ദിയയും റോഷ്നിയും സുഹൃത്തുക്കളായി. ദിയ, നീ എപ്പോഴും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതം ആസ്വദിക്കാനും അറിയണം, റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ പഠനമൊന്നും അവഗണിക്കാനാവില്ല, ദിയ പറഞ്ഞു. അത് ശരിയാണെങ്കിലും ജീവിതത്തിൽ സാഹസികതയും വേണം. നമ്മൾ പുതിയ ഓരോന്നും പരീക്ഷിക്കണം. റോഷ്നി കയ്യിൽ കരുതിയ ചെറിയ പാക്കറ്റ് ദിയയിലേക്ക് നീട്ടി. ഇതൊരു പ്രത്യേക എനർജി ബൂസ്റ്ററാണ്, എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ്. ദിയ മുഖമുയർത്തി നോക്കി. എനർജി ബൂസ്റ്റർ? ദിയ ഒരു നിമിഷം ആലോചിച്ചു. ഒരു തവണ പരീക്ഷിച്ചാൽ എന്താ പ്രശ്നം? അവൾ ജിജ്ഞാസയോടെ അതെടുത്തു. ദിയയ്ക്ക് അതിൽ ഒരു തെറ്റുമില്ലാതായി തോന്നി. ആ ദിവസം അവൾക്ക് അല്പം വേറിട്ടതായിരുന്നു. ഇന്നേ വരെ അനുഭവിക്കാത്ത ഊർജ്ജസ്വലത അവളിൽ ഉയർന്നു. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റ്. ദിയയിൽ മാറ്റം വരാൻ തുടങ്ങി. ക്ലാസുകളിൽ ശ്രദ്ധ കുറഞ്ഞു. പ്രിയപ്പെട്ട പുസ്തകങ്ങൾ തുറക്കാതെയായി. അവൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ തുടങ്ങി. റോഷ്നിയും കൂട്ടുകാരും തുടർന്നും പുതിയതൊക്കെ പരിചയപ്പെടുത്തുകയായിരുന്നു. ഇത് ചെറിയതാണ് ദിയ, ഇതൊന്നും പഠനം കുറയ്ക്കില്ല. പഠനം കൂടുതൽ ഫാസ്റ്റ് ആക്കും, ചിന്താശേഷി കൂടും, എല്ലാം എളുപ്പമാകും. പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ദിയ പതിയെ റോഷ്നിയുടെ മായാവലയത്തിൽ അകപ്പെട്ടു. തെറ്റുകളിലേക്ക് അവൾ വഴുതി പോകുകയായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ പരീക്ഷ നടക്കുകയായിരുന്നു. പക്ഷേ ദിയ പേപ്പറിൽ ഒന്നും തന്നെ എഴുതിയില്ല. അവൾ വല്ലാതെ അസ്വസ്ഥതയോടെ ഇരിക്കുന്നത് ടീച്ചറുടെ കണ്ണിൽ പെട്ടു. എന്താ ദിയ, നിനക്ക് എന്തു പറ്റി? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ടീച്ചർ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവപ്പായിരുന്നു. അത് ടീച്ചർ ശ്രദ്ധിച്ചു. ഒന്നുമില്ല ടീച്ചർ, ദിയ മറുപടി നൽകി. പക്ഷേ ടീച്ചർക്ക് ചില സംശയങ്ങൾ തോന്നി. ഒരു ദിവസം സെക്യൂരിറ്റി സ്കൂളിന്റെ ടോയ്ലറ്റിൽ ചില കുട്ടികളെ സംശയകരമായ രീതിയിൽ കണ്ടു. അവരിൽ ദിയയും ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? അദ്ദേഹം കഠിനമായി ചോദിച്ചു. കുട്ടികൾ പരിഭ്രാന്തരായി. തൊട്ടടുത്ത ബെഞ്ചിൽ ചില പാക്കറ്റുകൾ അദ്ദേഹം കണ്ടു. കുട്ടികളെ പ്രിൻസിപ്പലിന്റെ മുന്നിൽ എത്തിച്ചു. ദിയ, ഇത് എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ നോക്കി. നിന്നിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ദിയയ്ക്ക് മറുപടി ഒന്നും ദിയയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവളുടെ പഠനം നശിച്ചു. അവളുടെ സ്വപ്നങ്ങൾ തകർന്നു. കൂട്ടുകാർ ചേർന്ന് അവളുടെ ഭാവി ഇല്ലാതാക്കി. സ്കൂളിൽ ലഹരിമരുന്ന് കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്ത റോഷ്നി പോലീസ് പിടിയിലായി. റോഷ്നിയുടെ ചതി ദിയ മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു. അവൾ പൂർണ്ണമായും ലഹരിക്ക് അടിമയായി. വീട്ടിൽ തിരിച്ചെത്തിയ ദിയ അച്ഛനും അമ്മയും കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്നത് കണ്ടു. ഞങ്ങളുടെ ദിയ ഇങ്ങനെ ആയല്ലോ, അമ്മ വിങ്ങിപ്പൊട്ടി. ഈ അമ്മയെ നീ ചതിച്ചല്ലോ മോളെ. അച്ഛൻ വാക്കുകളില്ലാതെ പുറത്തു നോക്കി നിന്നു. ഒരു നിമിഷം കൊണ്ട് അവളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. പക്ഷേ അവൾക്കൊരു അവസരം കൂടി ലഭിച്ചു. അവളെ ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് അയച്ചു. അവിടെ അവളെ പോലെ എത്തിയ മറ്റു കുട്ടികളുടെ കഥകൾ അവൾ കേട്ടു. പലരും തങ്ങളുടെ ജീവിതം നശിപ്പിച്ചവർ, ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കാത്തവർ, അതിക്രൂരമായ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരുടെ കഥകൾ അവൾ മനസ്സിലാക്കി. ഇനി ഞാൻ ഒരിക്കലും തെറ്റിലേക്ക് തിരിയില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. മാസങ്ങൾക്കുള്ളിൽ ദിയ പഴയ ആത്മവിശ്വാസം വീണ്ടെടുത്തു. പഠനത്തിലേക്ക് മടങ്ങിയെത്തി. ഉത്സാഹത്തോടെ ജീവിതത്തെ തിരികെ പിടിച്ചു. ഒരു വർഷത്തിന് ശേഷം അവൾ വീണ്ടും സ്കൂളിലേക്ക് മടങ്ങി. പക്ഷേ ഈ യാത്രയിൽ അവൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ മറ്റാരെയും ലഹരിയുടെ വഴിയിലേക്ക് പോകാൻ അനുവദിക്കില്ല. ഒരു ദിവസം ദിയ സ്കൂൾ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ജീവിതം ലഹരിയിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മോചിതയായി. വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ നോക്കി. ലഹരി വസ്തുക്കളെ ഒറ്റത്തവണ പരീക്ഷിച്ചാൽ മതിയെന്ന് കരുതരുത്, അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കും. അവളുടെ വാക്കുകൾ ഹാളിൽ മുഴങ്ങിയപ്പോൾ എല്ലാവരും ആലോചിക്കുവാൻ തുടങ്ങി. ഒരു ചെറിയ തെറ്റ് തികച്ചും വലിയ തകർച്ചയിലേക്ക് നയിക്കും. ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, പക്ഷേ ഒരു ശരിയായ തീരുമാനം അതിനെ രക്ഷിക്കും. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്.